ആ വണ്ടി പോട്ടെ. ഫുഡ് എത്തിയിട്ടുണ്ട്. പ്ലെയിൻ കയറാൻ പോവുകയാണ്. എന്നെ ആരും കളിയാക്കണ്ട. വേണ്ട അവൾക്ക് ഹെൽപ്പ് ഒന്നും വേണ്ട. വേറെ ആരുടെയോ സീറ്റാ, പക്ഷെ വിൻഡോ സീറ്റിൽ ഇരിക്കാനുള്ള ഞാൻ ഇങ്ങനെ സെറ്റല്ലേ? സീനില്ലല്ലോ. ഇതിന് ടാറ്റാ. ഗ്യാസ് ആണ് കേസ്, അപ്പം ഡിക്കില്ല. അമ്മ ടാറ്റ അഞ്ഞ് കാരണം ചവിട്ടിക്കൂട്ടി ഞാൻ വേഗം വിട്ടോന്നൊക്കെ. ഓക്കെ, നമ്മളെ ലെൻസ് സൊല്യൂഷൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. അവളോട് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നേരെ പോകുന്നത് ഇവളെ വീട്ടിലേക്കാണ്. ഇവളെ വീട്ടിൽ നിന്നാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഓൾറെഡി പറഞ്ഞല്ലോ, കോമഡിയാണ്. ഇവളെ വീട്ടുകാർ ഇവളെ കണ്ടാൽ ഞെട്ടും. അങ്ങനെ ഒരു 1000 ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് എത്താനായി. എയർപോർട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാട്ടോ ഇവളെ വീട്. അപ്പം ഇവളുടെ വീട്ടിലെത്തിട്ട് ഇവിടുന്ന് എല്ലാവരും കളിയാക്കി. ഇവളെ അയച്ചിട്ടില്ല. നീ നല്ലതാന്ന് കേട്ട്, അവൻ പറഞ്ഞതാ കേട്ട്. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വണ്ടി വരും. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ അൽഫി കയറുന്നത്. ഞങ്ങൾ ബോർഡിംഗ് പാസും കാര്യങ്ങളും സാധനങ്ങളൊക്കെ അവിടെ ടിക്കറ്റും ബോർഡിംഗ് പാസും എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം 1-2 പോയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക്, ഐ മീൻ ഇവള് തീരെ പോയിട്ടില്ലല്ലോ. അപ്പൊ അതിനെക്കാട്ടും കൂടുതൽ പേടിക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്താ നമുക്ക് നോക്കിയാരാ. ഓക്കെ, ഞാൻ ബ്ലോഗ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നോക്കാം. അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മളെ സ്വന്തം ഡോക്ടറാണ് വന്നത്. ഡോക്ടർ സഞ്ജയ് പിള്ളയാണ് വന്നത്. നമ്മളെ സാങ്യോങ്ങിലോട്ട് വന്നത്. റിവേഴ്സ് എടുക്കുന്നുണ്ട്. സഞ്ജയ് പിള്ള, ഹാപ്പി ജേർണി ബ്രോ. താങ്ക് യു ബ്രോ. നമ്മള് ലാസ്റ്റ് പെണ്ണ് കാണാൻ, ഇവൻ വൈറ്റ് ആയതുകൊണ്ട് പെണ്ണ് കാണാൻ ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നല്ലേ. ഞാൻ ഈ സെയിം സ്പോട്ടിലിരുന്നു. അത് ഈ സെയിം സ്പോട്ടിലായിരുന്നത്. സാങ്യോങ് ആയതുകൊണ്ട് പെട്ടിയൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ട് തല 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 ആ വണ്ടി പോട്ടെ ഇവിടുന്ന് വളയാൻ കുറച്ച പണിയാണ്. അങ്ങനെ അവിടുന്ന് വിട പറഞ്ഞു. ഇപ്പൊ 2 വീട്ടിൽ നിന്നായി വിട പറച്ചിലേക്കായി. ഇനി ഡോക്ടറോട് ഒരു വിട പറയാണ്ട് എന്നിട്ടാണ് നമ്മളുടെ ഫ്ലൈറ്റ് കയറി പോകുന്നത്. അതിഗംഭീരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോവുകയാണ്. താങ്ക് യു സോ മച്ച്. വി ആർ ഗോയിങ്. എല്ലാം എടുക്കട്ടെ. വാവ്, എത്ര മനോഹരമായ ആചാരങ്ങൾ. ടാറ്റാ ടാറ്റാ. വിട്ടോ. താങ്ക് യു. നമ്മളെങ്ങനെ എയർപോർട്ടിലെത്തി. ഫസ്റ്റ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ആദ്യമായി പാസ്പോർട്ട് കൊടുത്തു. ഇവിടെ പാസ്പോർട്ട് ആദ്യമായിട്ട് കൊടുത്ത് പോകണം. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാനിവിടെ ഇല്ലേ, ഈ എയർപോർട്ട് ടെർമിനൽ, ഇന്റർനാഷണൽ ടെർമിനൽ പുതിയത് ഇനോഗ്രേറ്റ് ചെയ്തപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. ഇത് കാണാനാ? അങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? നമ്മൾ ഇത് ഓപ്പൺ ചെയ്തപ്പോ നമ്മളൊക്കെ വന്നിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോവാൻ വേണ്ടിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോവാൻ വേണ്ടി. മുടി അയച്ചിട്ട് ഇത് കെട്ടിട രസമല്ലട്ടാ മുടി അയച്ചിട്ട്. അപ്പൊ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റിന്റെ പേര് നോക്കുക. എന്നിട്ട് ഇതാക്കണ ഇവിടെ പേര്, ആ ടി വി ഇതാക്കണ, ആ ടി വിയിൽ എവിടെയെങ്കിലും നമ്മളെ ഫ്ലൈറ്റിന്റെ പേരുണ്ടാവും. ആ പേരുള്ളിടത്തേക്ക് നമ്മൾ ഈ സാധനം കൊണ്ടുപോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. അതിലെ പരിപാടി. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലട്ടോ. നിങ്ങളിങ്ങനെ ഓരോരുത്തർ ചോദിച്ച് പോവാം. ഞങ്ങളെ പോലെ ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയി. ഇത് ഇതിന്റെ മുകളിൽ എടുത്ത് വെക്കണം കേട്ടോ. വേണ്ട അവൾക്ക് ഹെൽപ്പൊന്നും വേണ്ട. ഇതിന്റെ മുകളിൽ നമുക്ക് വെയിറ്റ് കാണാം. വെച്ചിട്ടോ കൈ എടുക്ക 22. അയ്യോ 22. യെസ്, നമ്മൾ 24 വരെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ സേഫാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞ് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് ഇനി എമിഗ്രേഷൻ ടിക്കറ്റ് കിട്ടി. ഈ എമിഗ്രേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ചെക്കിൻ ഉണ്ട്. ആ ചെക്കിൻ്റെ എല്ലാം എന്താണ് ബേബി ഫുൾ യോയോ ആണല്ലോ ഗൈസ്. അങ്ങനെ എമിഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെടുത്തി. ഇതാണ് ഗൈസ് എയർപോർട്ട്. ദിസ് ഈസ് കോൾഡ് എയർപോർട്ട്. വി ആർ ഗോയിങ് ട്രിപ്പ് ഫസ്റ്റ് ടൈം. ഇന്റർനാഷണൽ വിത്ത് വിദേശി. എന്നെ ആരും കളിയാക്കണ്ട. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നമുക്ക് ഒറ്റ ലൈഫുള്ളൂ, നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യണം. ഞാൻ എൻ്റെ ഇൻട്രൂസീവ് തോട്ട്സിനെ ഞാൻ വിൻ ചെയ്യാൻ അനുവദിച്ചു. കുറെ നാളെ ഇങ്ങനത്തെ ഒരു പാണ്ടി ലുക്ക് പിടിച്ച് നടക്കണം. അത് ഞാൻ ചെയ്തു. പാണ്ടി ലുക്ക് അല്ല, അത്യാവശ്യം രസമുണ്ട്. ആര് എന്ത് ഇതാക്കിയാലും ഐ ഡോണ്ട് കെയർ. നല്ലത് പറഞ്ഞാലും ഐ വിൽ അപ്രീഷിയേറ്റ്. ചീത്തത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ത്രില്ലിലാണ്. ഐ എം ഹാപ്പി. നമ്മളിപ്പോൾ ഇതാക്കണ ഇവിടെ പോസ്റ്റാണ് ഗൈസ്. അറൗണ്ട് 2 മണിക്കൂർ 12:45 പ്ലെയിന് ഗൈസ്. ഒരാൾ ഇതാക്കണ ഈ സാധനത്തിൽ കയറി ഇവൾക്ക് റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര, താങ്കളുടെ നെറ്റ് ഭയങ്കര സ്ലോ ആണോ? നെറ്റല്ല സ്ലോ, താങ്കളുടെ ബുദ്ധിയാണ്. എന്റെ ബുദ്ധി സ്ലോ ആണെന്നല്ല കേട്ടോ, മൊത്തം കറങ്ങി വാ. ഞങ്ങൾ അങ്ങനെ ഇതാക്കണ ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ കുറച്ചൊരു സ്നാക്സ് കഴിക്കാൻ. എൻ്റെ സ്വന്തം റാപ്പിഡ് ബൂസ്റ്റർ. ഇത് ഞാൻ
പ്രൊമോട്ട് ചെയ്ത കാര്യമല്ല. നീ പ്രൊമോട്ട് ചെയ്യണ്ട. മൂക്കുമുട്ടൻ തിന്നും. പക്ഷെ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ നേരത്തെ എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ സീനാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഫൈനലി നമ്മളെ ബോർഡിങ് ഓപ്പൺ ആയിട്ട് താഴോട്ട് നിൽക്ക്. ഇതിൽ കയറി കുത്തിരിക്കുക. ഇങ്ങനെ താഴോട്ട് പോലത്. ഫൈനലി നമ്മളുടെ ഇത് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ നമ്മളെ പ്ലെയിൻ കാണാം ഗൈസ്. എവിടെയാണെന്ന് അറിയില്ല, ഇതിലെങ്ങനെ നോക്കിയാൽ നമ്മളെ പ്ലെയിൻ കാണാം. ഇതിലെങ്ങനെയാണ് ഇനി നമ്മൾ പോകേണ്ടത്? ഇതിലെങ്ങനെ പ്ലെയിനിലേക്ക് കയറട്ടെ? കഴിഞ്ഞ പ്രാവശ്യം ഞാനും രതീഷേട്ടനും ഇവിടുന്ന് ഓടിയായിരുന്നു എൽഫി, മറന്നുപോയി. ഫുഡ് കഴിക്കാനായിട്ട് എക്സൈറ്റഡ്, ഇത്ര എക്സൈറ്റഡ്. അതാണ് പ്ലെയിൻ. കണ്ടോ? പേടിയുണ്ടോ? പ്ലെയിൻ അങ്ങോട്ടാണ് ഗൈസ്. കുരുട്ട് എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവളവിടെ ചുറ്റും വീഡിയോ എടുത്ത് നടക്കുക. നമ്മളെ പ്ലെയിൻ ഇതാട്ടോ, ഇവിടെ നിർത്തിച്ച നമ്മളെ പ്ലെയിൻ. കഴിഞ്ഞോ എക്സൈറ്റ്മെന്റ് തീർന്ന? നമ്മളിപ്പോൾ ഇതാക്കണ പ്ലെയിൻ കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഏതാണ് നമ്മുടെ പ്ലെയിൻ? ഇതാണ് പ്ലെയിൻ. പ്ലെയിനിൽ ആദ്യമായിട്ടല്ലേ? പ്ലെയിനിലേക്ക് കയറും. ഞങ്ങളിപ്പം സീറ്റിലെത്തി. ഇത് വേറെ ആരുടെയോ സീറ്റാ, പക്ഷെ വിൻഡോ സീറ്റിൽ ഇരിക്കാനുള്ള ഒരു മോഹം കൊണ്ട് ഞങ്ങൾ കയറുന്നത്. ഞങ്ങൾ സീറ്റ് ഇതാക്കണം. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ സീറ്റ്. പക്ഷെ ഇവിടെ ആരും വരരുത്, നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അയാൾ നല്ല മനുഷ്യനായിട്ട് ഇങ്ങോട്ട് മാറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടൂലേ? ചോദിച്ചോക്കാം. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നോക്കാം. നമുക്ക് ചിലപ്പോൾ അയാൾ നമുക്ക് മാറി തന്നാലും നമ്മൾ കപ്പിൾസാണ്, റൊമാൻറ്റിക് കപ്പിൾസ് ആണെന്ന് പറയാം. ഓ മൈ ഗോഡ്, ഈ സീറ്റ് ഫ്രീ ആണ്. പ്രാർത്ഥിച്ച് നമുക്ക് ആ വിൻഡോ സീറ്റ് കിട്ടി. ഇവിടെ ആരുമില്ല. സോ ഇത് റിയലി നമ്മുടെ ഒരു ഹണിമൂൺ നമ്മൾ റീല് കണ്ടിന്. റീൽ നമ്മൾ എടുക്കപ്പോൾ നമ്മൾ വിചാരിച്ച് ആരും ഉണ്ടാവരുത്. അതേമാതിരി ആയി സെറ്റ്. ഇനി കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ ബേബി എടുത്ത് പതിയെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. പറയൂ, സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. ആ സീറ്റ് ബെൽറ്റ് അടി ബേബി, സീറ്റ് ബെൽറ്റ് അടി തീർച്ചു വരും. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറി ഞാൻ ഫ്ലൈറ്റ് മോഡ് ഇടുന്നത്. നിർത്ത്. സ്പീഡ് കൂടി. എനിക്ക് പേടിയൊന്നുമില്ല. സീനാണല്ലോ. ഇതിന്റെ മുകളിലോട്ട് പറക്കുമ്പോ ഒരു ഇതുണ്ട്, അതാണ് സീൻ. ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്കെന്താ പേടിയാണ്. എന്റെ കൈ പിടിച്ചു. ഇതാണോ സാരി? ഒന്നുമില്ല തീരെ ഒന്നും അറിയുന്നില്ല. ഞാൻ ഇവൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേസ്. അപ്പോൾ ഇതാക്കുന്ന ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൽഫിക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ നോൺ വെജ് ആണ് സെലക്ട് ചെയ്തത്. ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് പറയുന്നത്? ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, പിന്നെ മറ്റേ എന്തൊരു സാധനം അത് സ്വീറ്റ്സ് ആയിട്ട് എന്തോ ഉണ്ട്. ഒരു ബോട്ടിൽ വാട്ടർ, നട്ട്സ്, ബണ്ണ്, ക്രീം ബണ്ണല്ല. അതെന്താ? അതൊന്ന് അൺബോക്സ് ചെയ്താൽ ഒരു സാധനം കിട്ടാം. അതെന്താണെന്ന് അറിയില്ല. ജസ്റ്റ് എനിക്കൊന്ന് നോൺ വെജ് എന്ന് വെച്ചോണ്ട് ചിക്കൻ ആയിരിക്കും. ബീഫൊന്നും. ഞങ്ങളവിടെ നല്ല ഫുഡ് കഴിച്ചും പോയി കഴിച്ചു. അതുകൊണ്ട് പയ്യ കഴിക്കാൻ. ചെമ്മീനാണോ? പ്രോൺസാ? റിച്ച് ഫുഡാണല്ലോ. അപ്പോൾ അൽഫി ഇതാക്കണ പ്രോൺസ് ട്രൈ ചെയ്യാണ്. വൈറ്റ് കളർ പ്രോൺസ് ആട്ടോ. വെയിറ്റ് എങ്ങനെയുണ്ട്? ഗുഡ്. കൊള്ളാം. ചൈനത്തെ ഒരു ചൈന അല്ലേ? കാണുമ്പോൾ രസമില്ല, കഴിക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇവള് കണ്ടപ്പോൾ പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടമല്ലാന്ന്. പിന്നെ ഇവളൊരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്ത് ഞാനൊരു കോക്ക് തോന്നുന്നില്ല. ഞാനും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ കഴിക്കാൻ. അടുത്തത് ഇതാട്ടോ ട്രൈ ചെയ്യുന്നത്. ഇത് മറ്റൊരു മധുരത്തിൻ്റെ ഒരു സാധനം. ഇത് കണ്ട് ഉമ്മ പറയാൻ പോണെന്താ അറിയോ, നിങ്ങൾ എവിടെ പോയാലും ഫുഡ് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാട്ടോ. ടിക്കറ്റിനൊപ്പം കിട്ടിയ ഫുഡ് അല്ല, നമ്മൾ ഓർഡർ ചെയ്തല്ലേ. ഞാൻ കഴിച്ചു. ഇത് എന്തോ ഒരു സ്വീറ്റ്, എൻ്റെ പേരറിയില്ല. കഴിച്ചോ ഉണ്ട്
ഇസ് ദാറ്റ് ഗുഡ് ഓർ ബാഡ്? എനിക്ക് കഴിക്കണം. പുഡിംഗ് ആണ്. പുഡിംഗ് ഉണ്ട്, ഞാൻ കഴിച്ചോട്ടെ. കോക്കനട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. റബ്ബർ ഫീൽ, പക്ഷെ കൊള്ളാമല്ലോ. അതാ വരുന്ന നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. കൊറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നോക്കും ഓള് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി ആ ജനലിന്റെ ഉള്ളിൽ കൂടെ വിൻഡോന്ന് പുറത്തേക്ക് ചാടി നോക്കി. അങ്ങനെയൊന്നും പാടില്ല. നമ്മളിപ്പോ ഒരു എസ്കലേറ്റർ കയറി നേരെ പോവാണ്. എങ്ങോട്ടൊന്നും അറിയില്ല, പോയി നോക്ക്. ആൽഫി അവിടെ ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടോ അവിടെ ഇതുണ്ടോ, എവിടെയാണ് നമ്മളെ ബാഗ് വരിക. ഇതുവരെ ആരെ ബാഗും വന്നില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, അത് അപ്പുറത്താണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ കുറേ നടന്നിട്ട് വേസ്, കാരണം നമ്മളെ ബാഗിൻ്റെ അതാണ് നമ്മുടെ ബാഗ്. ഓടിക്കും. കാരണം നമ്മളെ ബാഗ് കണ്ടിട്ടും കുറച്ച് ടൈം എടുത്ത് പാവം ഓടുന്നുണ്ട്. ലാസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നു കേട്ടോ. പിന്നെ ഓരോ നമ്പർ ഉണ്ട്, 11, 10 എന്നൊക്കെ കണ്ടില്ലേ. അതിൽ അവിടെ ബോർഡിലുണ്ടാവും എയിലാണ് നമ്മളെ ബാഗിൽ നിന്ന് 9, 10. യെസ് ബേബി, എടുത്തോ. അതന്നെ. കമോൺ. ഗൈസ്, അങ്ങനെ നമ്മളുടെ സ്ഥലത്തെത്തി. സ്ഥലത്തിന്റെ പേര് പറയാം. റെഡി, 1, 2, 3. ബാങ്കോക്ക്. ആൾക്കാർ നോക്കുന്ന കേസ് നമ്മളെ ആരും നോക്കുന്നില്ലല്ലേ? ആരും നോക്കുന്നില്ല. ശരിയാ, നമ്മളെ നാടാണ്, എല്ലാവരും നമ്മളെ നോക്കി. ഇവിടെ എല്ലാരും ബിസി ആട്ടോ. കുറെ ആൾക്കാർ കടന്നുറങ്ങുന്നു, കുറെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു. ചില ആൾക്കാര് എന്തോ അവിടെ ഇറങ്ങിയിട്ട് തറയിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് ബാഗൊക്കെ വെച്ചിട്ട്. ബാങ്കോക്കിലേക്ക് കടന്നപ്പോൾ എന്ത് തോന്നുന്നു ബേബി? പറയോ, നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് വരുന്നൊരു ഫീൽ വേറെ തന്നെ. നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ എയർപോർട്ടിൽ തന്നെ നമ്മൾ ഡിഫറെന്റ്, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ആൾക്കാരേ അല്ല കാണുന്നത്. നല്ല അടിപൊളി പെമ്പിള്ളേരുണ്ട്. ഇവള് പെമ്പിള്ളേരെ നോക്കി പോവാ നീ? അല്ലേ, ഇവരുടെയൊക്കെ സ്കിൻ എന്താ അടിപൊളി സ്കിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു സിം എടുക്കണം. നമുക്ക് ഫുൾ 5G സിം വേണം. അപ്പം ബാങ്കോക്ക് ഇവള് കണ്ടില്ല, എയർപോർട്ട് ഇറങ്ങിയിട്ട്. ഫ്ലൈറ്റ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ പറയുന്നു, നമുക്ക് ട്രാവൽ ചെയ്യണം, ഒത്തിരി കൺട്രീസിൽ ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളത് ഇങ്ങനെ നമ്മൾ കുറേ ഒരുമിച്ച് ഡ്രീം ചെയ്ത സാധനം അത് റിയാലിറ്റി ആവുമ്പോൾ നമുക്കത് വേറെ തന്നെ ഒരു ഫീലാണ്. സോ നമ്മൾ ഇവിടെ ട്രൂ 5G എന്ന ഷോപ്പാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സിം എടുക്കുന്നത്. 5 ദിവസത്തേക്ക് 349 ബാത്ത്. ഇതെന്ന് പറയുമ്പോൾ 700 രൂപ ആവില്ലേ? അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മളിപ്പോൾ 1000 ബാത്ത് കൊടുത്തിട്ടോ, 1000 ബാത്ത് കൊടുത്ത് സിം ഇത് കിട്ടി. ഫോണിലിട്ട് ഓൾറെഡി എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ ജസ്റ്റ് ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ കേസ്. അപ്പോഴത്തേക്ക് എല്ലാം ചുമ്മാ പ്ലാൻസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യായിരുന്നു. അതെ, അപ്പോഴേക്കും അവര് സിം ഇട്ട് എല്ലാം കഴിഞ്ഞ് ഡാറ്റ സ്പീഡ് ടെസ്റ്റ് ചെയ്യുമോ ചെയ്ത് 40 MB/s ഉണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ബി എന്ന് പറഞ്ഞ എക്സിറ്റ് ആണ്. നമ്മളിവിടെ നമ്മളെ നാട്ടിലത്തെ മെട്രോ, അതായത് ഇവിടെ ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ. നിങ്ങൾ എക്സ്കലേറ്ററിൽ കയറിയിട്ട് ഇത് പാമ്പ് പോലെ ഇങ്ങനെ പോയി ഇങ്ങനെയുള്ള എക്സ്കലേറ്റർ ഒക്കെ ഉള്ള ഒരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്ന മെട്രോയിലേക്കാണ്. ആ കാണുന്ന മെട്രോ. ഇപ്പുറത്തെ എയർപോർട്ട് നേരെ ഇറങ്ങിയിട്ട് നേരെ മെട്രോയിലേക്ക് കഴിച്ചു. ഞങ്ങൾ വന്നത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈമിലാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെട്രോ അല്ല, റെയിലില്ല, ട്രെയിന് ഫ്രീ ടിക്കറ്റ് ആട്ടോ. ഇപ്പം തുറക്കട്ടെ. എങ്ങോട്ടാ കയറുകയാണ്? കയറണ്ട കേട്ടോ. നല്ല രസമുണ്ടല്ലേ? അത് കൊള്ളാം കേസ്, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ പറയും, സ്റ്റാഫ് പറയും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറാം. നമ്മുടെയൊക്കെ മെട്രോ ആണെങ്കിൽ കയറാറുണ്ട്. സീരിയസ്ലി കോമഡി എന്താ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യണം നമുക്കൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെക്കിൻ ടൈം അറൗണ്ട് ഹോട്ടൽ ചെക്കിങ് 2 PM. 2 PM ആണ്. ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നപ്പോൾ ഇതൊക്കെ കണ്ടിരുന്നു. ലാൻഡിങ് ടൈമിൽ ഇതൊക്കെ നമ്മൾ കണ്ടു. ബാങ്കോക്കിൽ ജീവിക്കുന്നവരുടെ വീടുകളാണ് കാണുന്നത്. അതായത് പാവപ്പെട്ടവരുടെ കാർട്ടൂൺസിൽ കാണുന്ന വീടില്ലേ? നമ്മൾ GTA 5 പോയാൽ ഞങ്ങൾ മെട്രോ ഇറങ്ങിട്ടോ. മെട്രോ കയറിയിട്ട് ഒരു കുട്ടി മിണ്ടുന്നില്ല. ഒയ്യോ, എല്ലാവരും ഫോണിലാണ്. ലൈക്ക് നമ്മൾ
കറക്റ്റ് ഈ ട്രെയിൻ ടു ബുസാൻ മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കറക്റ്റ് നമ്മൾ ഈ ജാപ്പനീസ്, കൊറിയൻ, പിന്നെ ഇതുപോലെ തായ് സോംബി മൂവീസ് ആണ്. എനിക്ക് ലിറ്ററലി ഇവിടെ ഒരു കുട്ടി അവിടെ ശ്വാസം പോലും ഉള്ള ഞാൻ കഴിക്കുന്ന ബബിൾക്കത്തിന്റെ സൗണ്ട് ഞാനിങ്ങനെ കേൾപ്പോ ഞാൻ ഓ മൈ ഗോഡ് ഇത് വായിലിട്ടും പോലെ ചവയ്ക്കാനും പറ്റുന്നില്ലല്ലോ. നല്ല ബ്രൈറ്റ് ആണ്. സോ വി ഹാവ് അവർ ഓൺ ആന്റി ഫിൽറ്റർ. ഇതുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് വെയിറ്റ്. റെഡി 1 2 and 3 കണ്ട ഇപ്പൊ ക്ലിയർ ആയി കിട്ടിയില്ലേ? സോ ദിസ് ഈസ് ദി ബാങ്കോക്ക് സിറ്റി. ഇതല്ല കേട്ടോ, അപ്പുറത്താണ് മെയിൻ സിറ്റി. ഇങ്ങോട്ടും ഒന്നും ഇല്ലാണ്ടാവും. പല സാധനങ്ങൾ. ഞാൻ ടുക് ടുക്, ആ ഓട്ടോയുടെ പേര് ടുക് ടുക് എന്നാ ഞാൻ റിസർച്ചിൽ കണ്ടതാ. ഇവിടെ അല്ലേ എന്താ എടുക്കുന്നില്ല? ഇത് ടോക്കൺ ഇൻസേർട്ട് ചെയ്യണം. അതുകൂടി നമ്മള് ഞാൻ ഇട്ടോ അതുകൂടി ഇട്ടോക്ക്. അഞ്ഞിട്ടല്ലേ തുറക്കുന്നില്ല. എന്ത് ഔട്ട് ഓഫ് സർവീസ് ഞാൻ ഇട്ടും പോയിട്ടോ കോപ്പ് കുടുങ്ങിയല്ല. ഞങ്ങൾ ആദ്യം കോയിൻ ഇട്ടല്ലേ ഇങ്ങോട്ടേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എൻട്രിയിലായിരുന്നു. അതായത് എൻ്റെ കോയിനായി കുടുങ്ങിപ്പോയത്. ഇപ്പം ഞങ്ങൾ കയറി സീനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലാൻ വെച്ചിട്ട് ബാങ്കോക്കിൽ 4 ദിവസം, പട്ടായയിൽ 13-14 ദിവസം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. കാരണം റൂം കിട്ടാൻ അറൗണ്ട് 2 മണി നമ്മള് സിറ്റി റൈഡ് എടുത്താലോ? സിറ്റി മൊത്തത്തിലൊന്ന് കാണുന്ന ഒരു പരിപാടി. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഫുഡ് കഴിക്കണം, കുറെ പരിപാടി ഉണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് റൂമൊക്കെ സെറ്റായി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പൊ ഇന്നെന്തൊക്കെ സംഭവിക്കുന്നൊക്കെ നമുക്ക് നാളെ കാണാം. മിക്കവാറും ഞങ്ങൾ കുറെ മണ്ടത്തിൽ ഞങ്ങൾ ചാടണം, എന്നാലും നമ്മൾ പഠിക്കുള്ളൂ. നമ്മൾ വേറെ ആൾക്കാരെപ്പുറം പോകുമ്പോൾ അവരെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൂടെ സ്കൂളിൽ നിന്ന് ടൂർ ഇതാകുമ്പോൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഫൈൻഡ് ചെയ്ത് പഠിക്കുകയാണ്. അതിനൊരു വൈബ് ഉണ്ട് അല്ലേ? ഓരോ മണ്ടത്തരത്ത് ചാടി അത് ക്ലിയർ ചെയ്ത് അല്ലേ? ഒരു സുഖമുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാങ്കോക്ക് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ?